3 വർഷം മുൻപ് സെപ്റ്റംബർ 30-ന് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നൊരു സിനിമ തിയേറ്ററിലെത്തുന്നു. KGF എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഒരുക്കിയ അതേ പ്രൊഡക്ഷൻ കമ്പനിയുടെ വളരെ ചെറിയൊരു ചിത്രം. 16 കോടിക്കടുത്ത് മാത്രം ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ. പൊതുവെ ട്രോളുകൾ ഏറ്റുവാങ്ങി മറ്റ് ഇൻഡസ്ട്രികൾ പുച്ഛത്തോടെ നോക്കിക്കണ്ട സാൻഡൽവുഡ് അക്കാലത്ത് KGF കൊണ്ട് പേരെടുത്ത് നിൽക്കുകയായിരുന്നു. അവിടേക്കാണ് കാന്താര എത്തിയത്. ആദ്യ ദിവസം തൊട്ട് സിനിമ ആളുകൾക്കിടയിൽ പ്രചാരം നേടി. ഇതോടെ കന്നഡ ഭാഷയിൽ മാത്രം പുറത്തിറങ്ങിയ സിനിമ മറ്റു ഭാഷകളിലേക്ക് കൂടി ഡബ്ബ് ചെയ്തിറക്കണമെന്ന ആവശ്യം ശക്തമായി. അങ്ങനെ സിനിമ മറ്റു ഭാഷകളിൽ പുറത്തിറക്കാൻ തീരുമാനമായി. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലേക്ക് സിനിമ ഡബ്ബ് ചെയ്തെത്തിച്ചു. എത്തിയിടത്തെല്ലാം ആളുകൾ കാന്താര കാണാൻ ഇരച്ചു കയറി. ആ കൊച്ചു ചിത്രം അങ്ങനെ പാൻ ഇന്ത്യനായി. KGF 2-ന് പിന്നിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ കന്നഡ സിനിമയായിരുന്നു കാന്താര അന്ന് ഓട്ടം നിർത്തിയത്. ആദ്യ ഭാഗത്തിന്റെ വൻ വിജയത്തിന് പിന്നാലെ സിനിമയുടെ ബാക്കി അധ്യായങ്ങൾക്കുള്ള കാത്തിരിപ്പും പ്രതീക്ഷയും വലുതായി. ക്വാളിറ്റി മേക്കിങ്ങും നൽകിയ തിയേറ്റർ എക്സ്പീരിയൻസുമായിരുന്നു അതിന് കാരണം. കാന്താര ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രം ഒക്ടോബർ 2-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. സീക്വൽ അല്ല, മറിച്ച് പ്രീക്വലായാണ് സിനിമ എത്തുന്നത്. കാന്താര ചാപ്റ്റർ 1 അനൗൺസ് ചെയ്തത് മുതൽ പല കാരണങ്ങൾ കൊണ്ടും വാർത്തകളിലെ നിറസാന്നിധ്യമായിരുന്നു കാന്താര. അതിലേക്കുള്ള ഏറ്റവും പുതിയ എൻട്രിയാണ് സിനിമയുടെ പോസ്റ്റ് തിയേറ്ററിക്കൽ OTT റൈറ്റ്സിന്റെ വിൽപ്പന സംബന്ധിച്ച വാർത്ത.